കർത്താവേ, നിന്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ നാഥാ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. ബറഖ്മോർ, മനുഷ്യർക്ക് കാണപ്പെടുവാനായിട്ട് അവരുടെ മുമ്പിൽ വച്ച് ഭിക്ഷാദാനം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുവാനായി കപടഭക്തർ സംഘാലയങ്ങളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. എന്തെന്നാൽ അവരുടെ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. നീ ഭിക്ഷാദാനം ചെയ്യുമ്പോഴാകട്ടെ അത് രഹസ്യമായിരിക്കാൻ തക്കവണ്ണം നിന്റെ വലങ്കൈ എന്തു ചെയ്യുന്നുവെന്ന് നിന്റെ ഇടങ്കൈ അറിയരുത്. രഹസ്യമായി കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം പരസ്യമായി തരും. നീ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരാൽ കാണപ്പെടുവാൻ വേണ്ടി സംഘാലയങ്ങളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്ന കപടഭക്തരെ പോലെ ആകരുത്. അവരുടെ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നീയാകട്ടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉൾമുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി സ്ഥിതി ചെയ്യുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ ജൽപ്പിക്കരുത്. എന്തെന്നാൽ അതിഭാഷണത്താലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ അവരോട് സാമ്യപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ, എന്നാലോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങളോടും ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ മനുഷ്യരോട് ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കുറ്റങ്ങളും ക്ഷമിക്കുകയില്ല. നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ കപടഭക്തരെ പോലെ നിങ്ങൾ ദുഃഖഭാവമുള്ളവരായിരിക്കരുത്. എന്തെന്നാൽ തങ്ങൾ ഉപവസിക്കുകയാണെന്ന് മനുഷ്യർക്ക് കാണപ്പെടുവാൻ വേണ്ടി അവരുടെ മുഖത്ത് ക്ഷീണഭാവം കാണിക്കുന്നു. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, അവരുടെ പ്രതിഫലം അവർ പ്രാപിച്ചു കഴിഞ്ഞു. നീയോ ഉപവസിക്കുമ്പോൾ മുഖം കഴുകി തലയിൽ തൈലം പൂശുക. അങ്ങനെയായാൽ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനല്ലാതെ നീ ഉപവസിക്കുകയാണെന്ന് മനുഷ്യർക്ക് കാണപ്പെടുകയില്ല. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ചിതലും പുഴുവും നശിപ്പിക്കുന്നതും കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതുമായ ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ നിങ്ങൾ സംഭരിക്കരുത്. എന്നാലോ ചിതലും പുഴുവും നശിപ്പിക്കാത്തതും കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സംഭരിപ്പിൻ. എന്തെന്നാൽ നിങ്ങളുടെ പിതാവ് നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാകുന്നു ശരീരത്തിൻ്റെ വിളക്ക്. ആകയാൽ നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. എന്നാൽ നിന്റെ കണ്ണ് തിന്മയുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും അന്ധകാരമുള്ളതായിരിക്കും. ആകയാൽ നിന്നിലുള്ള പ്രകാശം അന്ധകാരമായി പോയാൽ നിന്റെ ആ അന്ധകാരം എത്ര ഏറെയായിരിക്കും. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും സാധ്യമല്ല. എന്തെന്നാൽ ഒരുവനെ വെറുക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും മറ്റവനെ ദുഷിക്കുകയും ചെയ്യും. ദൈവത്തെയും ദ്രവ്യത്തെയും സ്നേഹിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തു ഭക്ഷിക്കും, എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ പ്രാണനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് സ്വശരീരത്തെക്കുറിച്ചോ നിങ്ങൾ വ്യാകുലപ്പെടരുത്. ഭക്ഷണത്തേക്കാൾ പ്രാണനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറകളിൽ ശേഖരിച്ചു വയ്ക്കുന്നുമില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും അവയേക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരല്ലയോ? വിചാരപ്പെടുന്നതുകൊണ്ട് നിന്റെ ഉയരത്തോട് 1 മുഴം കൂടി വർദ്ധിപ്പിക്കുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുന്നതെന്തിന്? കാട്ടിലെ ശൂശാനകൾ എങ്ങനെ വളരുന്നുവെന്ന് പരിശോധിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല.
ഞാൻ നിങ്ങളോട് പറയുന്നു, ശലോമോൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോടും സമം അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ എരുതിയിൽ വീഴുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അതിലും അധികമായി അലങ്കരിക്കുകയില്ലയോ? ആകയാൽ നിങ്ങൾ എന്തു ഭക്ഷിക്കും, എന്തു കുടിക്കും, എന്തു ധരിക്കുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെട്ട് സംസാരിക്കരുത്. എന്തെന്നാൽ ലോകത്തിലെ പുറജാതികളത്രേ ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമുണ്ടെന്ന് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, ഇവയെല്ലാം അതോട് ചേർത്ത് നിങ്ങൾക്കായി നൽകും. ആകയാൽ നാളെയെപ്രതി നിങ്ങൾ വിചാരപ്പെടേണ്ട. എന്തെന്നാൽ ഈ നാളെ തന്നെ അതിൻ്റെ കാര്യം വിചാരിച്ചുകൊള്ളും. അതത് ദിവസത്തെ കഷ്ടത അന്നന്നത്തേക്ക് മതി. ആമേൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.